യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനസമൂഹം അദ്ദേഹത്തെ അനുഗമിച്ചു. ഒരു കുഷ്ഠരോഗി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം വീണ്, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. യേശു കൈനീട്ടി ആ മനുഷ്യനെ തൊട്ടുകൊണ്ട്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാകുക എന്ന് പറഞ്ഞു. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. തുടർന്ന് യേശു അവനോട്, നോക്കൂ, ഇത് ആരോടും പറയരുത്, എന്നാൽ നീ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിക്കുക, നീ പൂർണ്ണ സൗഖ്യമുള്ളവനായി എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിനായി മോശ കൽപ്പിച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. യേശു പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അദ്ദേഹത്തെ സഹായ അഭ്യർത്ഥനയുമായി സമീപിച്ചു. കർത്താവെ, എൻ്റെ സേവകൻ പക്ഷാഘാതം ബാധിച്ച് അതിവേദന അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കിടപ്പിലാണ്. ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം എന്ന് യേശു അയാളോട് പറഞ്ഞു. അതിനുത്തരമായി, കർത്താവെ, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ സേവകൻ സൗഖ്യമാകും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കീഴിലും സൈനികരുണ്ട്. അവരിൽ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അയാൾ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അയാൾ വരുന്നു. ഞാൻ എൻ്റെ സേവകനോട് ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യുന്നു. ഇത് കേട്ട യേശു ആശ്ചര്യത്തോടെ തന്നെ അനുഗമിക്കുന്നവരോട്, ഇസ്രായേൽ സമുദായത്തിൽ പോലും ഇത്രയും ദൃഢവിശ്വാസം ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ നിമിഷം തന്നെ അയാളുടെ സേവകൻ സൗഖ്യമായി. യേശു പത്രോസിൻ്റെ ഭവനത്തിൽ എത്തിയപ്പോൾ പത്രോസിൻ്റെ ഭാര്യ മാതാവ് പനി പിടിച്ച് കിടപ്പിലായിരിക്കുന്നത് കണ്ടു. യേശു അവളുടെ കയ്യിൽ സ്പർശിച്ചു. അവളുടെ പനി സൗഖ്യമായി. അവൾ എഴുന്നേറ്റ് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. സന്ധ്യയായപ്പോൾ അനേകം ഭൂതബാധിതരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു തൻ്റെ അധികാരത്താലും കൽപ്പനയാലും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗബാധിതരായ എല്ലാവരെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഞങ്ങളുടെ ബലഹീനതകൾ അവിടുന്ന് വഹിച്ചു, ഞങ്ങളുടെ അസ്വസ്ഥതകളെ അവിടുന്ന് മാറ്റിത്തന്നു എന്ന് യേശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തത് നിറവേറാനാണ് ഇത് സംഭവിച്ചത്. തൻ്റെ ചുറ്റുമുള്ള ജനസമൂഹത്തോട് കണ്ടപ്പോൾ യേശു ശിഷ്യന്മാരോട് തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകാം എന്ന് നിർദ്ദേശം നൽകി. ഉടനെ ഒരു വേദജ്ഞൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന്, ഗുരുവേ, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങയെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. അതിന് യേശു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് മറുപടി പറഞ്ഞു. മറ്റൊരു ശിഷ്യൻ യേശുവിനോട്, കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിൻ്റെ ശവസംസ്കാരം നടത്താൻ അനുവദിച്ചാലും എന്നപേക്ഷിച്ചു. യേശുവോ, ഇപ്പോൾ എന്നെ അനുഗമിക്കുക, മരിച്ചവരെ അവരുടെ മരിച്ചവർ സംസ്കരിക്കട്ടെ എന്ന് അരുളി ചെയ്തു. അതിനുശേഷം യേശു വള്ളത്തിൽ കയറി അദ്ദേഹത്തോടൊപ്പം ശിഷ്യന്മാരും യാത്ര തുടർന്നു. പെട്ടെന്ന് ഉഗ്രമായൊരു കൊടുങ്കാറ്റ് തടാകത്തിൽ ആഞ്ഞടിച്ചു. വള്ളം മുങ്ങിപ്പോകും വിധം തിരമാലകൾ ഉയർന്നു പൊങ്ങി. യേശുവോ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ ചെന്ന് അദ്ദേഹത്തെ ഉണർത്തിക്കൊണ്ട്, കർത്താവെ, രക്ഷിക്കണമേ, ഞങ്ങൾ മുങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞു. വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരെ, നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിന് എന്ന് പറഞ്ഞിട്ട് യേശു എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. തടാകം പ്രശാന്തമായി. ശിഷ്യന്മാർ ആശ്ചര്യഭരിതരായി. ആരാണിദ്ദേഹം? കാറ്റും തിരമാലകൾ പോലും ഇദ്ദേഹത്തെ അനുസരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു തടാകത്തിൻ്റെ അക്കരെ എത്തിയപ്പോൾ ഭൂതം ബാധിച്ച 2 പേർ ശവപ്പറമ്പിൽ നിന്ന് അദ്ദേഹത്തിന് അഭിമുഖമായി വന്നു. ആർക്കും തന്നെ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സാധ്യമല്ലാത്ത വിധം അവർ അക്രമകാരികളായിരുന്നു. അവർ അത്യുച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട്, ദൈവപുത്ര, അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന എന്തിന്? ഞങ്ങളെ ദണ്ഡിപ്പിക്കാനാണോ അങ്ങ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. അവരിൽ നിന്ന് കുറേ അകലെയായി വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. യേശുവിനോട്, അങ്ങ് ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ
ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ എന്ന് യാചിച്ചു. പുറത്തു പോകൂ, യേശു അവരോട് ആജ്ഞാപിച്ചു. ഭൂതങ്ങൾ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു. ആ കൂട്ടമെല്ലാം ചെങ്കുത്തായ മരം ചെരുവിലൂടെ തടാകത്തിലേക്ക് ഇരച്ചു ചെന്ന് വെള്ളത്തിൽ മുങ്ങി മരിച്ചു. പന്നികളെ മേയ്ക്കുന്നവർ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ഭൂതബാധിതർക്ക് സംഭവിച്ചത് ഉൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം പട്ടണ നിവാസികളെ അറിയിച്ചു. അവരെല്ലാം ഉടൻ തന്നെ യേശുവിനെ കാണാൻ പുറപ്പെട്ടു. അവർ അദ്ദേഹത്തെ കണ്ടു തങ്ങളുടെ ദേശം വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. ആമേൻ.